നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ പിഒ, അഷ്ടമിച്ചിറ, ചാലക്കുടി. മൂർക്കനാട് ഉത്സവത്തിനിടെ നടന്ന കത്തിക്കുത്തിൽ മരണം രണ്ടായി. ആനന്ദപുരം സ്വദേശി പൊന്നത്ത് വീട്ടിൽ പ്രഭാകരന്റെ മകൻ സന്തോഷാണ് ഇന്ന് പുലർച്ചെ മരിച്ചത്. ആലുവ KSRTC പരിസരത്ത് 10 പേരെ കടിച്ച നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. പേവിഷബാധ കണ്ടെത്തിയത് നായ ചത്തതിനെ തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ സ്വന്തം പതാക ഉയർത്തിപ്പിടിക്കാൻ കഴിയാത്തവരായി കോൺഗ്രസ് മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. BJPയെ ഭയന്ന് കോൺഗ്രസ് സ്വന്തം പതാക ഒളിപ്പിക്കുകയാണ്. വാർത്തകൾ വിശദമായി. മൂർക്കനാട് ഉത്സവത്തിനിടെ നടന്ന കത്തിക്കുത്തിൽ മരണം രണ്ടായി. ആനന്ദപുരം സ്വദേശി പൊന്നത്ത് വീട്ടിൽ പ്രഭാകരന്റെ മകൻ സന്തോഷാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയാണ് മരണം സംഭവിച്ചത്. കഴിഞ്ഞ ദിവസം ഉത്സവത്തിന്റെ ആറാട്ടിനോടനുബന്ധിച്ചുള്ള വെടിക്കെട്ട് നടക്കുന്നതിനിടെയാണ് മൂർക്കനാട് ആലുംപറമ്പിൽ വെച്ച് സംഘർഷം നടന്നത്. മുൻപ് നടന്ന ഫുട്ബോൾ ടൂർണമെന്റിൽ ഉണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയാണെന്ന് പോലീസ് പറഞ്ഞു. സംഘം ചേർന്ന് ചേരിതിരിഞ്ഞ് നടന്ന സംഘർഷത്തിൽ 6ഓളം പേർക്ക് കുത്തേറ്റിരുന്നു. ഇതിൽ വെളുത്തൂർ സ്വദേശി അക്ഷയ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു. 4 പേർ ഇപ്പോഴും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആലുവ KSRTC പരിസരത്ത് 10 പേരെ കടിച്ച നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. നായയെ ചൊവ്വാഴ്ച തന്നെ നഗരസഭാ അധികൃതർ പിടികൂടി കൂട്ടിലടച്ചിരുന്നു. നായ ചത്തതിനെ തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നായയിൽ പേവിഷബാധ കണ്ടെത്തിയിട്ടുണ്ട്. മണ്ണൂത്തിയിൽ വെച്ചാണ് നായയ്ക്ക് പോസ്റ്റ്മോർട്ടം നടത്തിയത്. ആലുവ KSRTC പരിസരത്ത് 10 പേരെ കടിച്ച നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. നായയുടെ കടിയേറ്റ 10 പേരും ആദ്യഘട്ട ആന്റി റാബിസ് വാക്സിൻ എടുത്തിട്ടുണ്ട്. തുടർ ഡോസുകൾ സ്വീകരിക്കേണ്ട സാഹചര്യമാണുള്ളത്. ബസ് യാത്രക്കാർ, നഗരസഭാ കണ്ടിജൻസി ജീവനക്കാർ, അന്യസംസ്ഥാന തൊഴിലാളി, അഭിഭാഷകൻ എന്നിവർക്കാണ് കടിയേറ്റത്. ഇതിൽ അസമിലേക്ക് മടങ്ങിയ അന്യസംസ്ഥാന തൊഴിലാളിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തിങ്കളാഴ്ച വൈകിട്ട് മുതൽ ചൊവ്വാഴ്ച ഉച്ചവരെയുള്ള സമയത്ത് ആലുവ KSRTC പരിസരത്ത് വെച്ചാണ് 10 പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റത്. അടിയന്തര സാഹചര്യം നേരിടുന്നതിനായി ആലുവ നഗരസഭാ ചെയർമാൻ ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് രാവിലെ 11 മണിക്ക് ചേർന്നു. നഗരസഭാ പ്രദേശത്ത് അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന നായകളെ കണ്ടെത്തി പേവിഷബാധയ്ക്കെതിരായ കുത്തിവയ്പ് നടത്തും. നഗരസഭാ പ്രദേശത്തെ വളർത്തുനായകൾക്ക് പേവിഷയ്ക്കെതിരായ കുത്തിവയ്പ് നൽകിയിട്ടുണ്ടെന്ന് ഓരോ ഉടമകളും ഉറപ്പുവരുത്തണമെന്ന് ചെയർമാൻ പറഞ്ഞു. മീഡിയ ടൈം, ആലുവ. അതിരപ്പള്ളി വനമേഖലയിൽ കാണപ്പെട്ടിരുന്ന തുമ്പിക്കൈയില്ലാത്ത ആനക്കുട്ടിയുടെ അതിജീവനത്തിന്റെ ആശങ്ക ഒഴിയുന്നു. ഏകദേശം 2 വർഷം മുൻപാണ് തുമ്പിക്കൈയില്ലാത്ത ആനക്കുട്ടിയെ അതിരപ്പള്ളി വനമേഖലയിൽ ആദ്യം കാണപ്പെടുന്നത്. ആനക്കുട്ടി റോഡ് മുറിച്ചു കടന്ന് വനത്തിലേക്ക് കയറിപ്പോയി. വ്യാഴാഴ്ച രാവിലെ തുമ്പൂർമുഴി പത്താറ് ഭാഗത്ത് 12ഓളം ആനകളുടെ കൂടെയാണ് തുമ്പിക്കൈയില്ലാത്ത ആനക്കുട്ടി റോഡ് മുറിച്ചു കടന്ന് വനത്തിലേക്ക് കയറിപ്പോയത്. കഴിഞ്ഞ ദിവസം ഇതിന്റെ സമീപത്ത് പുഴയിൽ വെള്ളം കുടിക്കുവാനും എത്തിയിരുന്നു. കുറച്ച് ദിവസമായി തുമ്പിക്കൈയില്ലാത്ത ആനക്കുട്ടിയടങ്ങുന്ന സംഘത്തെ വ്യാപകമായി ഈ മേഖലയിൽ കാണപ്പെട്ടു വരുന്നതായി പരിസരവാസികൾ പറഞ്ഞു. ഏകദേശം 2 വർഷം മുൻപാണ് തുമ്പിക്കൈയില്ലാത്ത ആനക്കുട്ടിയെ അതിരപ്പള്ളി വനമേഖലയിൽ ആദ്യം കാണപ്പെടുന്നത്. അന്ന് ആനപ്രേമികളുടെ ഇടയിൽ വലിയ ചർച്ചയായിരുന്നു. തുമ്പിക്കൈയില്ലാത്ത ആനക്കുട്ടി എന്തു ചെയ്യുമെന്ന വലിയ ആശങ്കയായിരുന്നു. എന്നാൽ ഇപ്പോൾ ചെറിയ തുമ്പി ഉപയോഗിച്ച് വെള്ളവും ഭക്ഷണവും കഴിച്ച് ഊർജ്ജസ്വലനായി തന്നെയാണ് ആനക്കുട്ടിയെ കാണപ്പെടുന്നത്. ചെറുതും വലുതുമായി മറ്റു 12 സംഘത്തിന്റെ ഒപ്പമുള്ള തുമ്പിക്കൈയില്ലാത്ത ആനക്കുട്ടി റോഡ് മുറിച്ചു കിടക്കുന്ന ദൃശ്യം പകർത്തിയത് വെള്ളുവനാട് നാദം നാടക ട്രൂപ്പിലെ അതിരപ്പള്ളി സ്വദേശിയായ ആനന്ദ് മുരുകനാണ്. ഇദ്ദേഹം പരിപാടിക്കായി വീട്ടിൽ നിന്ന് ചാലക്കുടിയിലേക്ക് വരുമ്പോഴാണ് ആനസംഘം റോഡ് മുറിച്ചു കടക്കുന്ന ദൃശ്യം പകർത്തിയത്. ഭക്ഷണം തേടി കാടുകളിൽ നിന്ന് ജനവാസ മേഖലയിൽ സജീവമാണെങ്കിലും മറ്റു നാശനഷ്ടങ്ങൾ വരുത്താതിരിക്കുന്നതും വലിയ ഭാഗ്യമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ആനകൾ കടന്നുപോയ സമയത്ത് വാഹന ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. മീഡിയ ടൈം, ചാലക്കുടി. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ സ്വന്തം പതാക ഉയർത്തിപ്പിടിക്കാൻ കഴിയാത്തവരായി കോൺഗ്രസ് മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ചെറായിയിൽ LDF സ്ഥാനാർത്ഥി KJ ഷൈൻ്റെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലീഗിന്റെ വോട്ട് വേണം, പതാക ഉപേക്ഷിക്കണമെന്ന സംഘപരിവാർ ആവശ്യത്തിന് വഴങ്ങുകയാണെന്ന് കരുതാൻ. ജീവത്യാഗം ചെയ്ത ധീര ദേശാഭിമാനികളെ കോൺഗ്രസുകാർ മറന്നു. BJPയെ ഭയന്ന് കോൺഗ്രസ് സ്വന്തം പതാക ഒളിപ്പിക്കുകയാണ്. KN ഉണ്ണികൃഷ്ണൻ MLA അധ്യക്ഷനായി. മുൻ മന്ത്രി PC ചാക്കോ, സ്ഥാനാർത്ഥി KJ ഷൈൻ, മുൻ മന്ത്രി S ശർമ്മ,
മുൻ മന്ത്രി പ്രൊഫസർ KV തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ഐക്യജനാധിപത്യ മുന്നണി മാള മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് NS വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. UDF കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ നമുക്കറിയാം. വരാൻ പോകുന്ന 26 നടക്കുന്ന തെരഞ്ഞെടുപ്പിലേക്ക് മറ്റ് പ്രവർത്തകരുമായും നേതാക്കളുമായും ചർച്ച ചെയ്യുന്നതിനും ഓരോ ദിവസവും ആശയവിനിമയം നടത്തുന്നതിനും വേണ്ടിയാണ് സ്വന്തമായി ഒരു ഓഫീസ് നമുക്ക് ആവശ്യമായി വന്നിരിക്കുന്നത്. അത് ഓരോ മണ്ഡലത്തിലും വളരെ അനിവാര്യമായൊരു സംഗതിയാണ്. ഓരോ സ്കോഡ് കഴിയുമ്പോഴും ആ സ്കോഡിനെ കുറിച്ച് വിലയിരുത്താനും പോരായ്മകൾ പരിഹരിക്കാനുമൊക്കെ വേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനും എല്ലാ ദിവസവും പ്രവർത്തകർക്ക് വന്ന് ഇവിടെ സന്ദർശിക്കാനും പോരായ്മകൾ പരിഹരിക്കാൻ എന്തൊക്കെയാണ് പോരായ്മകൾ എന്ന് പറഞ്ഞ് അത് ഡിസ്കസ് ചെയ്തുകൊണ്ട് പിറ്റേ ദിവസം അത് പരിഹരിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉണ്ടാകുന്നത്. സന്തോഷ് ആത്തപ്പിള്ളി അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി AA അഷ്റഫ്, ഡേവിസ് പാറേക്കാട്ട്, നസീർ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സോയ് കോലഞ്ചേരി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശോഭന ഗോകുൽനാഥ്, ഷേർലി ജോയ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഭി പ്രസാദ്, വാർഡ് മെമ്പർമാരായ ജിയോ കൊടിയൻ, യദു കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു. കല്ലൂർ ചെമ്പിക്കാടത്ത് ഭഗവതി ക്ഷേത്രത്തിൽ മുടിയേറ്റ താലപ്പൊലി ആഘോഷങ്ങൾ തുടരുകയാണ്. ആഘോഷത്തിന്റെ ഭാഗമായി 1-ാം ദിവസം സാംസ്കാരിക സമ്മേളനം നടന്നു. സീരിയൽ താരം ഫിറോസ് ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്താണെങ്കിലും തൃശ്ശൂരാണെങ്കിലും മുടങ്ങാതെ പോകുന്നൊരു ക്ഷേത്രമാണ് ഭദ്രകാളി ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്തുള്ള ആറ്റുകാല അമ്മയുടെ അടുത്ത് പോയി സങ്കടമൊക്കെ പറയാറുണ്ട്. നമുക്ക് എല്ലാവർക്കും സങ്കടമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരു സെക്യൂരിറ്റിനെ പരിചയപ്പെട്ടു ഞാൻ. പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ആദ്യം നോക്കിയപ്പോൾ തിരുവനന്തപുരത്തേരാണ്, അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. എന്നൊരു കൺഫ്യൂഷൻ്റെ പേരിൽ പുള്ളി എന്നോട് പറഞ്ഞു, ഞാനൊരു നമ്പർ തരാം, ആ നമ്പറിലൊന്ന് വിളിക്കണം. ഞാൻ പറഞ്ഞു, ആരെയും വിളിക്കേണ്ടതെന്ന് ചോദിച്ചു. ഒരു സ്ത്രീയാണ്, വയനാട്ടിലുള്ളതാണ്, കാര്യങ്ങൾ അവരിങ്ങോട്ട് പറയുന്നു പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് ഞാൻ ആ നമ്പർ മേടിച്ചു. എന്ന് വെച്ചാൽ നമ്മൾ ഈ കലാകാരന്മാർക്ക് ഈ ജ്യോത്സ്യത്തിലും ദൈവത്തിനൊക്കെ ഭയങ്കര പേടിയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്യാൻ വരെ നമുക്ക് ഉള്ളിൽ ഭയം വരും. വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോപ്പുലാരിറ്റി കൂടുന്തോറും നമുക്ക് ആവശ്യത്തേക്കാൾ കൂടുതൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മുന്നോട്ട് ഒരുപാട് വരിക. കരയോഗം പ്രസിഡന്റ് K ദിനേശ് കുമാർ അധ്യക്ഷത വഹിച്ചു. കരയോഗം സെക്രട്ടറി രാകേഷ് R മേനോൻ, C ഗോപാലകൃഷ്ണൻ, KN വേണു, അഞ്ജലി സത്യനാഥ്, സരിത ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. മൂർക്കനാട് ഉത്സവത്തിനിടെ നടന്ന കത്തിക്കുത്തിൽ മരണം 2ആയി. ആനന്ദപുരം സ്വദേശി പൊന്നത്ത് വീട്ടിൽ പ്രഭാകരന്റെ മകൻ സന്തോഷാണ് ഇന്ന് പുലർച്ചെ മരിച്ചത്. ആലുവ KSRTC പരിസരത്ത് 10 പേരെ കടിച്ച നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. പേവിഷബാധ കണ്ടെത്തിയത് നായ ചത്തതിനെ തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ സ്വന്തം പതാക ഉയർത്തിപ്പിടിക്കാൻ കഴിയാത്തവരായി കോൺഗ്രസ് മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. BJPയെ ഭയന്ന് കോൺഗ്രസ് സ്വന്തം പതാക ഒളിപ്പിക്കുകയാണ്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.